പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ നല്ല പ്രഭാത സമയം ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ കർത്താവ് നമുക്ക് തന്ന വിലപ്പെട്ട സാവകാശത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. ഈ പ്രഭാതയാമം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതയാമമായി തീരുവാൻ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിപ്പാൻ മതിയായവനായി നമ്മുടെ സമീപയുണ്ട്. രാത്രിയുടെ യാമങ്ങളിൽ ദൈവത്തിന്റെ വലിയ സാന്നിധ്യം രുചിച്ചറിഞ്ഞുകൊണ്ട് ആരോഗ്യത്തോടെ, ബലത്തോടെ, സന്തോഷത്തോടെ ഈ പുതിയ പകൽക്കാലം കാണുവാൻ, പ്രഭാതം കാണുവാൻ കർത്താവ് കൃപ ചെയ്തെങ്കിൽ ദൈവത്തിന്റെ വലിയ സാന്നിധ്യം ഇന്ന് പകൽക്കാലം നമ്മളോട് കൂടെ ഇരുന്ന് നമ്മളെ നടത്തുവാൻ മതിയായവനാണ്. നമ്മുടെ പ്രതികൂലങ്ങളെ ശാസിച്ച്, നമ്മുടെ കഷ്ടങ്ങൾ നമ്മളെ വിടുവിച്ച്, നമ്മുടെ കഷ്ടങ്ങളിൽ നമ്മോട് കൂടെ ഇരുന്ന് നമുക്ക് നല്ല തുണയായി, തക്ക തുണയായി കൂടെ ഇരുന്ന് നമ്മളെ സഹായിക്കുന്ന ദൈവത്തിന്റെ വലിയ കൃപകളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം, സ്തോത്രം ചെയ്യാം. യേശുവിങ്കിലേക്ക് ഈ പ്രഭാതയാമത്തിൽ നമുക്ക് നോക്കാം. ഒരു വേദവാക്യം വായിച്ച് ചില ചിന്തകൾ നിങ്ങളോടൊപ്പം പങ്കിടുവാൻ ദൈവത്തിൽ ഞാൻ ശരണപ്പെടുന്നു. മത്തായി എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 30-ാമത്തെ വാക്യം. അവൻ കാറ്റ് കണ്ട് പേടിച്ച് മുങ്ങിത്തുടങ്ങുകയാൽ കർത്താവേ, എന്നെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചു. യേശുവിനെ നോക്കിക്കൊണ്ട് പത്രോസ് വെള്ളത്തിന്മീതെ പല ചുവടുകൾ വെച്ചുവെങ്കിലും ഇളകി മറിയുന്ന കടലും കൊടുങ്കാറ്റും കണ്ട മാത്രയിൽ അവൻ ഭയപ്പെട്ട് മുങ്ങുവാൻ തുടങ്ങി. വിശ്വാസം നമ്മെ സ്ഥിരപ്പെടുത്തുന്നു, ഭയം നമ്മെ മുക്കിക്കളയും. വെള്ളത്തിന്മീതെ നടക്കുമ്പോൾ മുങ്ങിപ്പോകാതെ സൂക്ഷിക്കുവാൻ കഴിവുള്ള ക്രിസ്തുവിന്റെ ശക്തി പത്രോസ് മനസ്സിലാക്കി. കർത്താവിൽ നിന്ന് അവൻ നോട്ടം മാറ്റിയപ്പോൾ സ്വന്തം ബലഹീനതയാൽ ഈ ലോകമാകുന്ന സാഗരത്തിനു മീതെ ആയിരിക്കാൻ സാധ്യമല്ലെന്ന് അവന് ബോധ്യമായി. ഒരു കാലയളവ് വരെ നീണ്ടു നിൽക്കുന്ന പരീക്ഷകളിലൂടെ കടന്നു പോകുമ്പോൾ ക്രിസ്തുവിന്റെ ശക്തിയും നമ്മുടെ ദൗർബല്യവും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അവൻ മുങ്ങിത്തുടങ്ങുകയാൽ കർത്താവേ, എന്നെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചു. ഇവിടെ പത്രോസ് ശരിയായ കാര്യമാണ് ചെയ്തത്. അവിശ്വാസം നിമിത്തം മുങ്ങുവാൻ തുടങ്ങുമ്പോൾ യേശുവിന് മാത്രമേ രക്ഷിപ്പാൻ കഴിയുകയുള്ളൂ എന്ന് അവൻ അറിഞ്ഞിരുന്നു. അവന്റെ തൊട്ടടുത്തുള്ള പടകിൽ മറ്റു 11 ശിഷ്യന്മാരുണ്ടായിരുന്നുവെങ്കിലും അവൻ അവരുടെ സഹായം തേടിയില്ല. മനുഷ്യന്റെ സഹായം വ്യർത്ഥമല്ലോ. പലരും രോഗസമയത്തും പരിശോധനകളിലും മാനുഷിക പരിഹാരം തേടി ഇച്ഛാഭംഗം സംഭവിക്കുകയാൽ നിരാശിതരായിത്തീരുന്നു. ദൈവവൈതലേ, ഒരുപക്ഷെ നിങ്ങൾ പരീക്ഷകളും കഷ്ടങ്ങളുമാകുന്ന സമുദ്രത്തിൽ മുങ്ങിത്താഴുന്ന അവസ്ഥയിലായിരിക്കാം ഇപ്പോൾ. നിങ്ങളെ ഭയവിഹ്വലരാക്കുകയും ആഴത്തിലേക്ക് താഴ്ത്തുകയും ചെയ്യുവാൻ മാത്രം ഉതകുന്ന നിങ്ങളുടെ ബലഹീനതകളെയും പ്രശ്നങ്ങളെയും നോക്കരുത്. മനുഷ്യ സഹായം അന്വേഷിക്കരുത്. കർത്താവിനെ മാത്രം നോക്കുക. ക്രിസ്തുവിന്റെ ശക്തിയിൽ മാത്രം ആശ്രയിക്കുക. അവൻ നിന്നെ കരം പിടിച്ചുയർത്തുവാൻ ശക്തനാണെന്ന് അറിഞ്ഞ് അവന് തക്ക മഹത്വം കൊടുക്കുക. ഈ പ്രഭാതയാമത്തിൽ ദൈവത്തിൽ ആശ്രയിക്കുക. യേശുവിലേക്ക് നോക്കുക. അവൻ മതിയായവൻ. സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രന്മാരിൽ നോക്കാതെ, അവരിൽ നിന്ന് സഹായം പ്രതീക്ഷിക്കാതെ ദൈവത്തിങ്കിലേക്ക് നോക്കുക. അവൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. നിന്നോട് ചേർന്ന് നിന്നെ വിടുവിപ്പാൻ ശദ്രക്, മേശക്, അബേദ്നെഗോവിനെ 7 മടങ്ങ് വർദ്ധിപ്പിച്ച തീയിൽ നിന്ന് വിടുവിപ്പാൻ എന്റെ ദൈവത്തിന് കഴിയുമെങ്കിൽ, സിംഹത്തിന്റെ വായടപ്പിച്ച് ദാനിയേലിനെ സിംഹക്കുഴിയിൽ നിന്ന് വിടുവിപ്പാൻ എന്റെ ദൈവത്തിന് കഴിയുമെങ്കിൽ, പത്രോസിനെ കാരാഗ്രഹത്തിൽ നിന്ന് വിടുവിച്ച് പുറത്തു കൊണ്ടുവരുവാൻ എന്റെ ദൈവത്തിന് കഴിയുമെങ്കിൽ, ഈ പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, നിന്റെ പ്രശ്നം എത്ര ഗുരുതരമായാലും, നിന്റെ പ്രശ്നം എത്ര ആഴമേറിയതായാലും, നിന്റെ പ്രശ്നം എത്ര ഗൗരവമുള്ളതായാലും, അതിൽ നിന്നെല്ലാം വിടുവിപ്പാൻ എന്റെ ദൈവം ശക്തനാണെന്ന് ഉറയ്ക്കുക. വിശ്വാസത്തിന്റെ കാൽച്ചുവടുകൾ നീ ഉറപ്പിക്കുക. നിന്നെ വിളിച്ചവൻ വിശ്വസ്തൻ. അവൻ വഴിയിൽ ഇട്ടിട്ട് പോകുന്ന ദൈവമല്ല. വാക്കു പറഞ്ഞാൽ മാറാത്ത ദൈവം. അവൻ ഒരു നാളും മാറുന്നില്ല. ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ യേശു നിന്റെ ശരണമായിരിക്കട്ടെ. കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, മനോഹരമായ നല്ല പകൽ സമയത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ പകൽക്കാലം അവിടുത്തെ സന്നിധിയിൽ കടന്നു വരുവാൻ, അങ്ങേ മഹത്വപ്പെടുത്തുവാൻ, ഈ പ്രഭാതയാമത്തിൽ കർത്താവേ, ഈ ദിവസത്തിന്റെ ആരംഭത്തിൽ തന്നെ അങ്ങേ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് തന്ന വിലപ്പെട്ട സമയത്തിനായി സ്തോത്രം. കർത്താവേ, പകൽക്കാലം മുഴുവൻ ജീവിപ്പാൻ അവിടുന്ന് ഞങ്ങളെ സഹായിപ്പാൻ പോകുന്നതിനായി സ്തോത്രം.
ഞങ്ങളുടെ ഗമനവും ആഗമനവും എല്ലാം അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ചിന്തകളും ഞങ്ങളുടെ ചിന്താഭാരങ്ങളും അവിടുത്തെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ സാഹചര്യങ്ങൾ അനുകൂലവും പ്രതികൂലവുമായവയെല്ലാം അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഞങ്ങളൊന്നറിയുന്നു, അവിടുന്ന് ഞങ്ങൾക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിപ്പാൻ പോകുന്ന കൃപയ്ക്കായി സ്തോത്രം. എല്ലാ മഹത്വവും പുകഴ്ചയും ബഹുമാനവും അങ്ങേക്ക് അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ.